ഈ ഇന്നത്തെ ചിന്താവിഷയം നേരത്തെ ഒരു വീഡിയോ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ നമ്മുടെ ഭൂമിയുടെ കറക്കം. അപ്പം നേരത്തെ ഞാൻ വീഡിയോ പറഞ്ഞു, അതിൻ്റെ റൊട്ടേഷൻ, മുട്ടയ്ക്കകത്ത് കിടക്കുന്ന ഫ്ലൂയിഡും യോക്കും, സ്കാറ്റേഡ് ആയിട്ടുള്ള യോക്കും, അതിൻ്റെ കറക്കം, ഇങ്ങനെ ഫോർവേഡും റിവേഴ്സും. ഈ ഫോർവേഡ് റിവേഴ്സ് മൂവ്മെൻറ്റ് ഈ മുട്ടയ്ക്കകത്ത് ഇതിനുണ്ടാവുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ മുട്ട ഇങ്ങനെ കറങ്ങുമ്പോഴാണ് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ വീതി കൂടുന്ന സമയത്ത് വേലിയിറക്കവും, ഇങ്ങനെ ആവുന്ന സമയത്ത് വേലിക്കയറ്റവും ഉണ്ടാകും. ഈ വേലിയേറ്റവും വേലി ഇറക്കവും കൊണ്ടാണ് ഈ ലാൻഡിന് ഒരു മൂവ്മെൻറ്റ്സ് കിട്ടുന്നത്, ഫോർവേഡ് ആൻഡ് റിവേഴ്സ്. ഇങ്ങനെ മുഴുവനായിട്ട് റൊട്ടേഷൻ മുഴുവനായിട്ട് നടക്കുന്നില്ല, ഓൺലി ഫോർവേഡ് ആൻഡ് റിവേഴ്സ്. ഈ ഒരു വേലിയേറ്റവും വേലി ഇറക്കവും കാരണമാണ്. അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, കാര്യം ഇത്രയും വലുതാണ്, സി ആണ് കൂടുതലും. അപ്പോൾ ഈ സിയുടെ റൊട്ടേഷനാണ് കൂടുതൽ നടക്കുന്നത്, നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് റിവേഴ്സ് ഇത്രയും ഇങ്ങനെ ആവുന്നുള്ളൂ, അല്ലാതെ മുഴുവനായിട്ട് ഇങ്ങനെ കറങ്ങുന്നില്ല. അപ്പം മുട്ട ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മുട്ടയുടെ എയർ ബാഗ് എന്ന് പറഞ്ഞാൽ സൺ, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതേസമയം അകത്തിടക്കുന്ന സംഭവം സ്കാറ്റേഡ് ലാൻഡ്സ് ഇങ്ങനെ ഫോർവേഡ് റിവേഴ്സ് ആവും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ വേലിയേറ്റവും വേലിയിറക്കം ഉണ്ടാകുമ്പോഴാണ് ഈ ലാൻഡിന് ഉള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പം ഇത് ശരിയാണോ എന്ന് തോന്നി ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം my YouTube channel ID is Reggie IPS. My another YouTube channel ID is Reggie Matthew Pontrail. This invention is made and owned by Reggie Matthew. All rights reserved for this invention belongs to Reggie Matthew. My mobile number is 703417129. Another number is 0091-628-205-7077. All rights reserved for this video by Reggie Matthew. Thank you for watching.